കുറഞ്ഞ സിനിമകളിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായി മാറിയ വ്യക്തിയാണ് ബ്ലസ്സി. സംവിധായകൻ പത്മരാജന്റെ അസിസ്റ്റന്റായി തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലൂടെയാണ് ബ്ലസ്സി സിനിമാ മേഖലയിലെത്തിയത്. പത്മരാജന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് ബ്ലസ്സി. മമ്മൂട്ടിയെ നായകനാക്കി 2004 പുറത്തിറങ്ങിയ കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് ബ്ലസ്സി സ്വതന്ത്ര സംവിധായകനായി കടന്നു വരുന്നത്. ഇപ്പോൾ നൊമ്പരപ്പൂവു എന്ന പത്മരാജൻ മമ്മൂട്ടി ചിത്രത്തിനു വേണ്ടി താൻ ക്ലാപ്പടിച്ചപ്പോൾ ഉണ്ടായ അനുഭവം പങ്കുവെക്കുകയാണ് സംവിധായകൻ. ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യമായി ക്ലാപ്പടിക്കുന്നത് നൊമ്പരപ്പൂവ് എന്ന സിനിമയിലായിരുന്നു. അതിൽ മമ്മൂക്കയായിരുന്നു നായകൻ. എങ്ങനെയാണ് ക്ലാപ്പ് അടിക്കേണ്ടത് എന്ന് എന്നോട് പറഞ്ഞത് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടനാണ്. ടേക്ക് മാറുന്നതിനനുസരിച്ച് നമ്മൾ നമ്പർ മാറ്റി പറയണം. അത് ചെയ്യുമ്പോൾ ആകെ കോംപ്ലിക്കേറ്റഡ് ആകും. അന്ന് ആദ്യമായി ഞാൻ ക്ലാപ്പ് അടിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മൂന്നാറിലെ SN ടൂറിസ്റ്റ് ഹോമിന്റെ പുറകിൽ ഒരു മൈതാനമുണ്ട്. അരുവിയോട് ചേർന്നായിരുന്നു ആ മൈതാനം. അവിടെ വെച്ച് മമ്മൂക്കായും മാധവിയും കൂടെ സംസാരിച്ച് നടന്ന സീൻ ആയിരുന്നു ആദ്യമായി അന്ന് ചിത്രീകരിച്ചത്. അന്ന് ഞാൻ വെപ്രാളപ്പെട്ടാണ് ക്ലാപ്പ് അടിച്ചത്. അവസാനം പറയേണ്ടതിൽ തെറ്റുപറ്റി, മൊത്തത്തിൽ തെറ്റിപ്പോയി. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഡിസ്റ്റർബൻസ് ആണല്ലോ. അറിയാതെ അയാളുടെ മൂഡ് മാറിപ്പോകുമല്ലോ. അന്ന് മമ്മൂക്ക എന്നെ ചീത്ത വിളിച്ചു. ചിരിച്ചുകൊണ്ട് ബ്ലസ്സി പറഞ്ഞു, മറ്റാരുമില്ലേ ക്ലാപ്പ് അടിക്കാൻ എന്ന് ചോദിച്ചു ചൂടായി. അന്ന് എനിക്ക് വലിയ പ്രയാസമായി. പിന്നീട് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടനാണ് എനിക്ക് പകരം ക്ലാപ്പ് അടിച്ചത്. ഞാൻ പത്മരാജൻ സാറിനൊപ്പം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു അത്. ഈ കാരണത്താൽ എന്നെ പറഞ്ഞു വിടുമോ എന്ന് ഞാൻ പേടിച്ചു. ഞാൻ സാറിനോട് ചെന്ന് ക്ഷമയൊക്കെ പറഞ്ഞു. പൊതുവെ ഞാൻ അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല. പതുക്കെ ആയിരുന്നു സംസാരം. മമ്മൂക്കായെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ കൊണ്ടാകാം എനിക്ക് ക്ലാപ്പ് അടിക്കുമ്പോൾ വെപ്രാളം തോന്നിയത്. പത്മരാജൻ സാറിനോട് സോറി പറഞ്ഞെങ്കിലും സാർ അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലാക്കി പഠിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നായിരുന്നു സാർ എന്നോട് പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നീ തന്നെ വന്ന് ക്ലാപ്പ് അടിക്കണമെന്നും പറഞ്ഞു. ബ്ലസ്സി പറഞ്ഞു.